ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 30ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ദേവാ, മുത്തശ്ശിയുടെ അലർച്ച കേട്ട് ദത്തനൊഴികെ ബാക്കി എല്ലാവരും ഞെട്ടി. നീ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ സ്വബോധത്തിൽ തന്നെയാണ് മുത്തശ്ശി പറഞ്ഞേ. എൻ്റെ കല്യാണം കഴിഞ്ഞാണ്, ഇവളെൻ്റെ ഭാര്യയാണ്. ഡി, നീ എൻ്റെ ദേവനെ തട്ടിയെടുക്കുമല്ലേ? അത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്ന പാർവതി പെട്ടെന്ന് വർണ്ണയ്ക്ക് നേരെ വന്നതും ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ദേവൻ എൻ്റെയാ. പാർവതി വർണ്ണയെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. മതി, നിർത്ത്. കുറെ നേരം ഇത് തുടങ്ങിയിട്ട്. നിനക്കറിയുന്നതല്ലേ ദേവ, പാറു നിനക്ക് ഇവിടെ കാത്തിരിക്കുന്ന കാര്യം. കുറച്ചു കാലം നീ പിരിഞ്ഞു നിന്നെങ്കിൽ ഇവിടുത്തെ കുട്ടിയല്ലേ നീ? ഞങ്ങൾ വളർത്തി ഞങ്ങളുടെ ദേവയല്ലേ നീ? നിന്റെ കല്യാണത്തെ കുറിച്ച് ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു. ചെറിയ ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനമായപ്പോഴേക്കും ആ സ്വരം ഇടേറിയിരുന്നു. കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. ചെറിയച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. എൻ്റെ കല്യാണക്കാര് നിങ്ങളോട് പറയാതിരുന്നത് എൻ്റെ തെറ്റാണ്. പക്ഷെ ഇവിടെ പലർക്കും എൻ്റെ കല്യാണം കഴിഞ്ഞതറിയാം, അല്ലേ മാലതിയമ്മയെ? ദത്തൻ ചോദിച്ചതും ആ സ്ത്രീ ഉത്തരമില്ലാതെ തല താഴ്ത്തിയിരുന്നു. ഈ തറവാട്ടിലേക്ക് ഒരിക്കലും ഞാൻ വരില്ല എന്ന് കരുതിയതാണ്. പക്ഷെ ഇവർ തന്നെയാണ് എന്നെ തിരിച്ചു ക്ഷണിച്ചതും നിർബന്ധം പിടിച്ചതും. ദത്തൻ പറഞ്ഞു വിശ്വസിക്കാനാവാതെ എല്ലാവരും നിന്നു. ശരിയാണോ അമ്മേ? എൻ്റെ ദേവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നാ? പാർവതി മാലതിയെ നോക്കി ചോദിച്ചതും അവർ അതേ എന്ന രീതിയിൽ തലയാട്ടി. ഇപ്പൊ എന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരെ ഉണ്ടാവും, അവളുടെ ദേവട്ടം പോലും. ഈ കാട്ടുമാക്കാനാണെങ്കിൽ അതെല്ലാം കേട്ട് സൂചിച്ച് നിൽക്കാന്ന് തോന്നുന്നു. ഇവരെല്ലാവരും മുഖം കാണുമ്പോൾ മേക്കാ സീരിയൽ ഓർമ്മ വരണേ. ഇതൊന്നും എപ്പോഴാ അവസാനിക്കണ്ടോ? പറഞ്ഞ ആത്മകഥിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. എല്ലാവരും അവരവരുടെ ജോലികൾ നോക്കാൻ നോക്ക്. ചെറിയച്ഛൻ അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞു. ദത്തൻ വർണ്ണയുടെ കൈയും പിടിച്ച് സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് തോർത്ത പോലെ അവൻ തിരികെ വന്ന് അമ്മയുടെ അരികിൽ നിന്നു. സോറി അമ്മ, ഇതേക്കുറിച്ച് ഞാൻ അമ്മയോട് ആദ്യം പറയേണ്ടിയായിരുന്നു. ഐ എം റിയലി സോറി. ശേഷം അവൻ വർണ്ണയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. വർണ്ണ, ഇതെൻ്റെ അമ്മ, ഇത് ചെറിയമ്മ. ഇത് രണ്ടുപേരും എൻ്റെ അമ്മമാരാണ്. ദത്തൻ പറഞ്ഞതും വർണ്ണ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ചെറിയമ്മ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വർണ്ണ തിരിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു. ശേഷം ദത്തൻ അവളെയും കൂട്ടി മുകളിലെ റൂമിലേക്ക് പോയി. ദത്ത, ഇവിടെ എന്തൊക്കെയാ നടക്കണേ? ആ പാർവതിയുടെ മുഖം കണ്ടിട്ട് എന്നെ പച്ചക്ക് തിന്നെന്നാ തോന്നണേ. റൂമിലേക്ക് കയറിയതും വർണ്ണ പറഞ്ഞു. നിനക്ക് പേടിയുണ്ട്? ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. പേടിയുണ്ടോന്ന് ചോദിച്ചുണ്ട്. അവളുടെ സംസാരം ഭാവമൊക്കെ കണ്ടിട്ട് നിന്നോട് പ്രേമം മൂത്ത് ഭ്രാന്തായ പോലെ തോന്നണേ. ഒരു സൈക്കോ എങ്ങാനാണെങ്കിൽ ജോലി ചേച്ചിയെ പോലെ ഫുഡിൽ സൈനൈഡ് ചേർത്ത് തന്നാൽ എനിക്കെന്തെങ്കിലും പറ്റിയാലെന്താ? ഞാൻ നല്ലൊരു പെണ്ണിനെ കെട്ട് സുഖമായിട്ട് ജീവിക്കും. വേണമെങ്കിൽ നിന്റെ ഓർമ്മയ്ക്ക് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന് നിന്റെ പേരിടാം. എനിക്കറിയാം നീ അതല്ല അതിനപ്പുറം ചെയ്യും. നിന്റെ കൂടെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കയ്യിൽ ജ്യൂസുമായി അകത്തേക്ക് വന്നു. മുഖത്ത് നല്ല ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കയ്യിലുള്ള ജ്യൂസ് മേശപ്പുറത്ത് വെച്ച് അമ്മ തിരിഞ്ഞു നടന്നു. അമ്മ! ഒന്നും ഉണ്ടാകാതെ പോകുന്ന അമ്മയെ ദത്തൻ പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ? ദത്തൻ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നോട് എന്തിനാ ദേഷ്യം? പക്ഷേ എൻ്റെ പാറുമോളുടെ സങ്കടം കാണുമ്പോൾ ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അമ്മ പെട്ടെന്ന് തന്നെ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചു. നീ വേഗം കുളിച്ച് ഫ്രഷായിട്ട് താഴേക്ക് വാ, കഴിക്കാൻ സമയമായി. ദത്തൻ പുഞ്ചിരിയോടെ അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. അതോടെ അമ്മയുടെ മകനോടുള്ള പിണക്കം തീർന്നിരുന്നു. നീ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതുകൊണ്ട് മുറിയൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. നീ ഇവിടേക്ക് വരാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ വൃത്തിയാക്കൂ. അതൊന്നും സാരമില്ല അമ്മ, ഇതൊക്കെ മതി. എൻ്റെ ദേവി, ഞാനിതെന്തൊക്കെയാ കേൾക്കണേ? എൻ്റെ ദേവിയാണോ ഈ പറയണേ? മുറിയിൽ ഒരു തരി പൊടി വീണ ഈ വീട് മറിച്ചിടുന്ന ആളല്ലേ നീ?
ഒരു സാധനം അടയ്ക്കും ചിട്ടയില്ലാതെ കിടക്കുന്ന കണ്ട പിന്നെ പറയാൻ വേണ്ട. ആ നീയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. ആ ദേവൻ എന്നേ ഇല്ലാതായി അമ്മ. ഇത് പുതിയ ദേവനാ. അവന് ഈ മണ്ണും പൊടിയും വിയർപ്പൊന്നും ഒരു പ്രശ്നവുമില്ല. അമ്മ താഴേക്ക് ചെല്ല്, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. അമ്മയെ പറഞ്ഞയച്ച് ദത്തൻ വാതിലടച്ച് തിരികെ വന്നതും ബെഡിലിരിക്കുന്ന വർണ്ണയാണ് കണ്ടത്. അവളുടെ 2 കൈയിലും അമ്മ കൊണ്ടുവന്ന ജ്യൂസ് ഉണ്ട്. ഓരോ ജ്യൂസിലേക്കും ജ്യൂസ് മാറി മാറി കുടിച്ച് ബെഡിൽ ചാരിയിരുന്ന് സുഖിക്കുകയാണ് കക്ഷി. ഇത്രയും വൃത്തിസഹിക്കായ നീയാണോ ദത്ത പൊടിയും മാറാലും പിടിച്ച ആ പ്രേതഭവനത്തിൽ താമസിച്ചേ? അവൾ ജ്യൂസ് കുടിച്ചോണ്ട് തന്നെ ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്നോടാരാ എൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറഞ്ഞേ? അതിന് നിനക്ക് ജ്യൂസ് ഇഷ്ടമല്ലോ, അതാ ഞാൻ എടുത്തേ. എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ല എന്ന് ആരാ നിന്നോട് പറഞ്ഞേ? ഇങ്ങോട്ട് താടി എൻ്റെ ജ്യൂസ്. അതിന് നിനക്ക് വേറെ കളർ ജ്യൂസാണല്ലോ ഇഷ്ടം, കട്ടൻ ചായയുടെ കളറുള്ളത്. അതുകൊണ്ട് സോറി മോനെ ദത്ത, ഇത് രണ്ടും എൻ്റെ, ഞാൻ തരില്ല. അപ്പം നീ തരില്ല? അവൻ മുണ്ട് മടക്കി കൊടുത്തോണ്ട് ചോദിച്ചു. ഇല്ല ഇല്ല. അവൾ വേഗം 2 ഗ്ലാസ്സിലേക്കും കുടിച്ചു. പകുതിയായ ജ്യൂസ് ഒരുമിച്ച് ഒരു ഗ്ലാസ്സിലാക്കി ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി. ആഹാ, എന്താ ടേസ്റ്റ്! ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ജ്യൂസ് കുടിച്ചിട്ടില്ല. അവൾ ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് ദത്തൻ ഒരു കള്ളച്ചിരിയോടെ മീശ പിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പം നീ എനിക്ക് തരില്ല അല്ലേ? ആഹാ, എന്നെ നോക്കി പേടിപ്പിക്കുന്നോ? ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും ഞാൻ നിനക്ക് തരില്ല. അത് പറഞ്ഞ ജ്യൂസ് മുഴുവൻ കുടിച്ച് ഗ്ലാസ്സിലേക്ക് ടേബിളിന് മുകളിൽ വെച്ച് കൈ കെട്ടിയിരുന്നു. എന്നാ സുമ്മാവാ? നീ അത്രയ്ക്കായോ? ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നീ എൻ്റെ തന്നി സ്വഭാവം പുറത്തെടുപ്പിച്ചടങ്ങുമല്ലേ? അവൻ അവളുടെ അരികിലേക്ക് നടന്നു. ഓ പിന്നെ, ഇപ്പം വന്ന് ചെവി പിടിക്കത്തിരിക്കും. ഇവൻ തിരിച്ച് എൻ്റെ ചെവി വരെ തഴമ്പിച്ചു. ഇതൊക്കെ എത്ര കണ്ടതാ? അവളൊരു കൂസലില്ലാതെ നിന്നതും ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു. അത് കണ്ട് ഒരു നിമിഷം അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഉള്ളംകാലിൽ നിന്ന് ഒരു തരിപ്പ് അവളുടെ ശരീരമാകെ വ്യാപിച്ചു. എന്നെ വിടുതാ. ഇല്ല പ്ലീസ്, ഞാൻ താഴെ പോയി നിനക്ക് വേണമെങ്കിൽ വേറെ ജ്യൂസ് എടുത്തിട്ട് വരാം. വേണ്ട. പിന്നിലേക്ക് നടക്കുന്നതിനനുസരിച്ച് ദത്തന് നടന്നു. അവസാനം അവർ ചുമരി തട്ടി നിന്നു. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. ദത്തൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ ഇറുക്കിയ കണ്ണടച്ചു. ദത്ത വേണ്ട, എനിക്ക് പേടിയാവാ. എന്തു വേണ്ടെന്ന്? അത് പിന്നെ ഇത്രയ്ക്കും പേടിയാണെങ്കിൽ വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണോ? കുരുട്ടെ, ഇനിയും മാതിരി പണിക്ക് നിന്ന് നീ ചെറിയ കുട്ടിയാന്ന കാര്യം ഞാനങ്ങ് മറക്കും. അതെൻ്റെ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല, കേട്ടല്ലോ? അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് ദത്തൻ അകന്നു മാറി. ഒന്നും മിണ്ടാതെ വേഗം ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ദത്ത, നീ പോടാ, എനിക്ക് നിന്നെ ഒരു പേടിയില്ല. കുരുട്ട് നിന്റെ മറ്റവള് പാ, അല്ലെങ്കിൽ വേണ്ട. അവൾ വേഗം ബാത്റൂമിൻ്റെ വാതിലടച്ചു. ദത്തൻ ഒരു ചിരിയോടെ വീട്ടിലേക്ക് കടന്നു. വേഗം തന്നെ കുളിച്ചിറങ്ങി. ഒരു ലെഗിനും ടോപ്പുമാണ് അവളുടെ വേഷം. അവൾ നോക്കുമ്പോൾ ദത്തൻ ബെഡിൽ കണ്ണടച്ച് കിടക്കാണ്. കയ്യിലെ ടവൽ ചേറി വിരിച്ചിട്ട് അവൻ്റെ അരികിലേക്ക് വന്നു. ബെഡിൽ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. ഉറങ്ങിയോ ദത്ത? കുളിക്കുന്നില്ലേ നീ? കുളിക്കണം. നീ ശരിക്കും തല തോർത്തിയില്ലേ? അവളുടെ നനഞ്ഞ മുടിയിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. തോർത്തിയതാ. കുറച്ചു നേരം അവൾക്കിടയിൽ ഒരു മൗനം നിലനിന്നു. അമ്മ നിന്നെ മൈൻഡ് ചെയ്യാത്തത് നിനക്ക് സങ്കടമായോ പറഞ്ഞ? ചെറിയ സങ്കടമായി, കാരണം നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ കൂടിയല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം എന്നെ മൈൻഡ് ചെയ്ത് പോയാതെ അമ്മ നാളെ ഒരിക്കൽ വർണ്ണമോളില്ലാതെ പറ്റില്ല എന്ന് പറയും. നോക്കിക്കോ നീ, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അമ്മ ശരിക്കും പാവാ, പക്ഷെ പാർവതിയാണ് ഈ ദേഷ്യത്തിൻ്റെ കാരണം. ശീലുവിനേക്കാൾ കൂടുതൽ അമ്മ സ്നേഹിച്ചിട്ടുള്ളത് പാർവതിയാണ്. അവളുടെ ഭാര്യയുടെ സ്ഥാനം നീ തട്ടിയെടുത്തിട്ടുള്ളത്. അതത്ര പെട്ടെന്ന് അമ്മയ്ക്ക് അംഗീകരിക്കാൻ തരാൻ പറ്റില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നീ ചെയ്തു തീരെ ശരിയായില്ല ദത്ത. ഞാനെന്താ അതിന് ചെയ്തേ? തലാൽ പോയി ഉയർത്തി ദത്തൻ സംശയത്തോടെ ചോദിച്ചു. ഒരു ഉമ്മ ചോദിച്ച് നിൻ്റെ പിന്നാലെ ഞാൻ എത്ര നടന്നിട്ടുണ്ട്. നീ എനിക്കൊരു ഉമ്മയെങ്കിലും അന്ന് തന്നാ? ഇന്ന് അമ്മ ചോദിക്കുക പോലും ചെയ്യാൻ നീ ഉമ്മ കൊടുത്തില്ലേ?
അവൾ വിഷയം മാറ്റാനാണ് അങ്ങനെ പറഞ്ഞത്. അയ്യോടാ, എൻ്റെ കുട്ടിക്ക് എത്ര ഉമ്മ വേണം, ഏട്ടൻ തരാലോ. ദത്തൻ തൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കുന്ന പറഞ്ഞെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ആളെന്താ പറയണേ? സാധാരണ കടിച്ചു കയറാനല്ല വരാറ്, ഇന്ന് ശരിക്കും ഉമ്മ കിട്ടുമോ? ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലാ? കിട്ടിയ ഒരു ഉമ്മ, ഇല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരിക്കും ഉമ്മ തരുമോ? അവൾ ബെഡിലേക്ക് ഇറങ്ങി കിടന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാ ഇവിടെ ഒരു ഉമ്മ പറഞ്ഞ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ദത്തൻ ഒരു പുഞ്ചിരോളം അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൻ്റെ ആദ്യ ചുംബനം അവളും കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു. ശരിക്കും ഞാൻ വെറുതെ ചോദിച്ചാ ദത്താ പറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ശേഷം വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. ഡീ, എനിക്കൊരു ഡീപ്പ് കിസ് വേണം, അതെൻ്റെ ഹൃദയത്തിലേക്ക് ഒരാഴ്ന്നിറങ്ങണം. അവൻ പറയുന്ന കേട്ട് വർണ്ണയുടെ കിളികളെല്ലാം പറന്നുപോയി. എന്തോന്ന് വർണ്ണ ചോദിച്ചത് മറുപടി പറയാതെ ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി കൈ കൊത്തി നിന്നു. അത്രയും നേരം ചിരിച്ചുകൊണ്ട് നിന്ന വർണ്ണയുടെ മുഖഭാവം പതിയെ മാറിത്തുടങ്ങി. എന്താ ദത്ത, എന്താ നീ കാണിക്കണേ? വർണ്ണ വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ദത്തൻ്റെ ചൂട് തന്നിലേക്ക് അടുക്കും തോറും വർണ്ണ വിയർക്കാൻ തുടങ്ങിയിരുന്നു. ദത്തൻ അവളുടെ നെറുകയിൽ ഒന്നുകൂടി മുത്തുമിട്ട ശേഷം അവളുടെ മൂക്കിലൂടെ ചുണ്ടുകൊണ്ട് തഴുകി അവളുടെ അധരങ്ങളിലെത്തി. വർണ്ണയുടെ ഹൃദയമിടിപ്പ് ദത്തന് വരെ കേൾക്കാമായിരുന്നു. ക്ലോസ് യുവർ ഐസ്, മേയിച്ചു കിടക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ പറഞ്ഞു. പക്ഷേ അവൾ ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. കണ്ണടക്കിരി. ദത്തൻ്റെ ശബ്ദം ഉയർന്നതും വർണ്ണ പേടിച്ച് കണ്ണടച്ചു. ദത്തൻ പതിയെ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു. പതിയെ പതിയെ അവളെ വേദനിപ്പിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി. കഴുത്തിൽ നിന്നും അവൻ്റെ ഉമിനീരും ചൂടും കലർന്നതും വർണ്ണ ഒന്ന് പൊള്ളിപ്പിടഞ്ഞു. അവൻ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് വരെ ആഴ്ന്നിറങ്ങിയ ഒരു മധുരമായ ചുംബനം. വേണ്ട ദത്ത. അവൾ അവനെ തട്ടിമാറ്റി ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. കുളി കഴിഞ്ഞു വന്ന് ദത്തൻ്റെ നെഞ്ചിൽ കിടന്നു. അവൻ തൻ്റെ നെറ്റിയിൽ ഉമ്മ തരികയും ചെയ്തു. അത് കഴിഞ്ഞ് താൻ ഉറങ്ങിപ്പോയി. ബാക്കിയെല്ലാം സ്വപ്നം മാത്രമായിരുന്നു. ഡോറിലുള്ള തട്ട് കെട്ടാണ് ബാത്റൂമിൽ നിന്ന് ദത്തൻ ഇറങ്ങി വന്നത്. നീ എന്താടി ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്ന് സ്വപ്നം കാണണോ? ആരോ ഡോറി തട്ടുന്ന് കേൾക്കാനില്ലേ? പോയി വാതിൽ തുറക്കടി. ദത്തൻ പറഞ്ഞതും കുളി കഴിഞ്ഞു വന്ന കിളി പോയ പോലെ വർണ്ണ ബെഡിൽ നിന്നും ഇറങ്ങി വാതിലിനരികിലേക്ക് നടന്നു. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഈശ്വര. നീ ഇങ്ങ് വന്നേ, ഈ കോലത്തിൽ നിന്നെ ആരെങ്കിലും കൊണ്ട് പേടിക്കും. ദത്തൻ വർണ്ണയെ വേഗം ബെഡിൽ നിന്നും വന്ന് കൊണ്ടിരുത്തി. ഉറക്കത്തിൽ പാര് പറന്ന് അവളുടെ മുടിയെല്ലാം മുതുക്കി നെറുകയിൽ കെട്ടിക്കൊടുത്തു. ഒടുത്തിരുന്ന മുണ്ടിൻ്റെ അറ്റം കൊണ്ട് അവളുടെ മുഖം തുടച്ചു. ഇനി വേഗം പോയി വാതിൽ തുറക്ക്, ഞാനൊരു ഷർട്ട് എടുത്തിട്ടെ. അത് പറഞ്ഞ് ദത്തൻ ബാഗിൽ നിന്നും വേഗം ഒരു ഷർട്ട് എടുത്തു. അന്തം വിട്ട് കുന്തിയ വിഴുങ്ങിയ ഭാവത്തിൽ വർണ്ണ ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം. എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഗൈസ്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ദത്തന് റൊമാൻറ്റിക് ആയ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. കഥയാണെങ്കിലും കുറച്ച് റിയലിസ്റ്റിക് ആവണമല്ലോ. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ദേവദത്തൻ പറഞ്ഞ റൊമാൻസ് വേഗം തന്നെ വരും, പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യണം. കേട്ടല്ലോ? അപ്പോൾ നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.